യഥാർത്ഥത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി നടന്നത് സംഘപരിവാറിൻ്റെ പാളയത്തിലേക്കായിരുന്നു. ആ തലത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇടയ്ക്ക് ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിത്വം വെച്ച് നീട്ടിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എറയത്ത് തൽക്കാലത്തേക്ക് കയറി നിൽക്കുന്ന ആത്യന്തികമായി സംഘപരിവാറിൻ്റെ അഴുക്കുചാലിൽ ചെന്ന് ചേരേണ്ട ഒരാളാണ് എന്ന് സ്വയം തെളിയിച്ചു എന്നതല്ലാതെ ഈ പ്രസ്ഥാനം കൊണ്ട് ലീഗിനും യൂത്ത് ലീഗിനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നലെ സാധാരണ നമ്മൾ പറയുമല്ലോ, വാക്കുകൾ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യലാണ്. യഥാർത്ഥത്തിൽ സരിൻ്റെ വാക്കുകൾ നമ്മൾ അടർത്തിയെടുത്ത് ഇപ്പോൾ കേട്ടിട്ടുള്ളൂ. പൂർണ്ണമായും ആ പ്രസംഗം കേട്ടാൽ പച്ചയായ വംശീയതയാണ് പറയുന്നത്. സരിൻ പറയുന്നത് തിരുവേഗപ്പുറ, ഈ സരിൻ്റെ ഈ പ്രദേശം അത് മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചറാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ലീഗിനെ അല്ല. ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ സംഘപരിവാർ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ ഏറ്റെടുത്തുള്ള CPM ആണ്. CPMന് നേർക്ക് നേരെ അത് കൊണ്ടു നടക്കാൻ മനപ്രയാസമുള്ള ചില ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അതിൻ്റെ ഉപകരാർ ഏറ്റെടുത്ത് സരിൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നല്ലാതെ ഇതിന് പിന്നെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹവും ലീഗ് കേരളത്തെ നരകമാക്കിയെന്നൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ എതിരാളികൾ പോലും അത് വിശ്വാസത്തിലെടുക്കില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്ക്ക് പോലും യോജിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ സരിൻ നടത്തിയിട്ടുള്ളത്. വാ ഭക്ഷിക്കാനുള്ളതാണ്, അത് വിസർജിക്കാനുള്ളതല്ല എന്ന ബോധ്യത്തിലേക്ക് ആരെങ്കിലും സരിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഇതിനകത്ത് നമുക്കൊരു പ്രതികരണം എന്ന നിലക്ക് പറയാനുള്ളൂ.